എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഇതുവരെ പഠിച്ചത്? നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മനസ്സിലാക്കി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കി. അതിനെ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻ F=Q × V×D എന്നുള്ളതായിരുന്നു. അതേപോലെ ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന പാത്ത് ഒരു സർക്കുലർ പാത്താണെന്ന് മനസ്സിലാക്കി. ചാർജ് പെർപെൻഡിക്കുലർ അല്ലാതെ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്നതെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന പാത്ത് ഒരു ഹെലിക്കൽ പാത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ പഠിച്ച വേറെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സൈക്ലോട്രോണിനെ കുറിച്ചാണ്. അതായത് സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്ട് ലൈക്ക് ദ ഹെവി ചാർജ് പാർട്ടിക്കിൾസ്. അതിൻ്റെ പ്രിൻസിപ്പിളും വർക്കിങ്ങും വിശദമായി മനസ്സിലാക്കി. അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ളൊരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയർ ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഇതിനെ വെച്ചത്, ചാർജിനെ വെച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയ ഒരു കാര്യം, ഓർസ്റ്റഡ് എക്സ്പെരിമെൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിസം എന്ന് മനസ്സിലാക്കി. ഓർ ഇലക്ട്രിക് കറണ്ട്സ് പ്രൊഡ്യൂസ് മാഗ്നറ്റിസം, അല്ലേ? കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ടാണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് മനസ്സിലാക്കി. അപ്പോൾ ഈ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ റിലേഷൻ കണക്റ്റിംഗ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ആ എക്സ്പ്രഷൻ മാത്തമാറ്റിക്കലി പറയുന്നതാണ് ബയോട്ട് സാവേർട്ട് ലോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് എലമെൻറ്റ്, ഒരു കറണ്ട് എലമെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ കൃത്യമായിട്ട് പറയുന്നത്, ബയോട്ട് സാവേർട്ട് ലോ. ഓക്കെ, നോക്കൂ. യു ആർ കൺസിഡറിങ് എ conductor XY carrying a current I, and it is a small element dl. Dl is a small element of this conductor, and we have to find the magnetic field at the point P. P എന്നുള്ള പോയിന്റിലുള്ള ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. dl എന്നുള്ള എലമെന്റ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, dl എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ല. ഈ കറണ്ട് ഇതിലൂടെ ഒഴുകിയിട്ട് ഈ dl എന്ന എലമെന്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഐഡിയൽ എന്നുള്ള എലമെന്റ് ആണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഈ ഐഡിയൽ എന്നുള്ള എലമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് എലമെന്റ്. കറണ്ട് എലമെന്റ് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്ടർ അല്ല, പക്ഷെ dl എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഐഡിയൽ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് എലമെന്റ്. ഈ കറണ്ട് എലമെന്റ് ആണ് ഇവിടെ P എന്നുള്ള പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ദെൻ R is the displacement vector from this element dl to this point P. I is the current flowing through the conductor. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേറൊരു ക്വാണ്ടിറ്റി theta is the angle between the element dl and the displacement vector R. R നമ്മൾ പറയുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്നാണ്. അപ്പോൾ ആറും dl തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാക്കാം. P എന്നുള്ള പോയിന്റിലുള്ള ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് dl എന്നുള്ള എലമെന്റ് കൊണ്ട്, അതായത് എ കറണ്ട് എലമെന്റ്. ആ കറണ്ട് എലമെന്റ് എന്നുള്ളത് dl എന്നാണ് എലമെന്റിന്റെ ലെങ്ത് എങ്കിൽ കൂടി അതിലൂടെ കൊടുക്കുന്ന കറണ്ട് I ആയതുകൊണ്ട് ഐഡിയൽ എന്നുള്ളതാണ് കറണ്ട് എലമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഐഡിയൽ എന്നുള്ള എലമെന്റ് കൊണ്ട് P എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ബയോട്ട് സാവേർട്ട് ലോ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് B, അതായത് സ്മോൾ എലമെന്റ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ dB എന്ന് പറഞ്ഞു. dB ഈസ് പ്രൊപ്പോർഷണൽ ടു I, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് dl then sin തീറ്റ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. അതായത് I കൂടുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ഐഡിയൽ എന്നുള്ള എലമെന്റ് ഒന്നിച്ച് നമ്മൾ എടുക്കാം. അപ്പോൾ ഐഡിയൽ എന്നുള്ള എലമെന്റിന്റെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I കൂടുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ദെൻ തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് തീറ്റ ഇസ് ദ ആംഗിൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ P എന്നുള്ള പോയിന്റ് ഇവിടെയാണ് വിചാരിക്കുക. P എന്നുള്ള പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ തീറ്റയുടെ വാല്യൂ വളരെ കുറച്ചും കൂടി കൂടും. കുറച്ചും കൂടി ആക്കിയാൽ തീറ്റ വിൽ ബി 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടത്. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് കൂടുന്നതോറും മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഈ ഒരു ലൈനിലാണ് കിടക്കുന്നതെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോഴത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഒബേ ചെയ്യുന്ന തരത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ ആണ് എടുക്കേണ്ടത്. തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുന്ന 90 ഡിഗ്രിയിലാവുന്ന സമയത്താണ് തീറ്റയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് അവിടെ ഫീൽഡ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഈ പോയിന്റിലാണ് കിടക്കുന്നത് തീറ്റ 0 ആണ്. ഈ പോയിന്റിലാണ് കിടക്കുന്ന തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഹിയർ തീറ്റ ഇസ് എനി അതർ ആംഗിൾ. ഓക്കെ, ദെൻ dB ഈസ്
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². ഇൻവേഴ്സ് സ്ക്വയറിലെ പ്രകാരം r കൂടുന്നതിനനുസരിച്ച് dbയുടെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടു. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യം കൂടി കണക്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? db is proportional to I dl sin theta divided by r². ഓക്കെ, db is proportional to I dl sin theta divided by r². ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ? വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. db is proportional to I dl sin theta divided by r². നമുക്കിതിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ട് ഇതിന്റെ കോൺസ്റ്റന്റ് മാറ്റാം. നമുക്കറിയാവുന്നതാണ്. അതായത് db is equal to mu0/4π. ഞാൻ എന്താണെന്ന് പറയാം? mu0/4π I dl sin theta divided by r². mu0 is a quantity which is known as permeability of free space. mu0 നമ്മൾ പറയുന്ന പേരാണ് permeability of free space. mu0ന്റെ വാല്യൂ mu0 is known as permeability of free space. Okay, mu0, the permeability allows the magnetic field to spread. mu0ന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ അളവ് കൂടും. mu0ന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ വാല്യൂ കുറയും. നമുക്ക് കുറച്ചുകൂടി കാര്യം വിശദമായിട്ട് പറയാം. mu0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻⁷ യൂണിറ്റ്സ് എന്നതാണ്. ദാറ്റ്സ് ദ വാല്യൂ ഓഫ് mu0. mu0 is the permeability of ഫ്രീ സ്പേസ്. നമ്മൾ ഇതേപോലെ എപ്സിലോൺ പഠിച്ചിട്ടുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് നിങ്ങൾ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പാരാമീറ്റർ ആണ് mu0 is the permeability of free space. 4π × 10⁻⁻⁷. നമുക്കിത് യൂണിറ്റ് കൂടി കണ്ടെത്താം. യൂണിറ്റ് എങ്ങനെ കണ്ടെത്താം? നോക്കൂ, mu0ന്റെ യൂണിറ്റ് കിട്ടണമെങ്കിൽ നോക്കുക, mu0 is equal to, ഈ mu0 ഇവിടെ നിർത്തിയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് എന്താ? ടെസ്ലയാണ്. ടെസ്ല അല്ലേ? ടെസ്ല. അതുപോലെ ഈ r² കൊണ്ടുവരിക. r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ഈ ഐനെ കൊണ്ടുവരിക. ഐയുടെ യൂണിറ്റ് ആംപിയർ ആണ്. dlന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഈ മീറ്ററും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ mu0ന്റെ യൂണിറ്റ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ടെസ്ല. പിന്നെ ഇവിടെ എന്താണുള്ളത്? ഒരു മീറ്റർ ഉണ്ട്. ആംപിയർ⁻⁻1. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് permeability of free space. mu0 is equal to Tesla meter ആംപിയർ⁻⁻1. അവിടെ mu0 പറയാനുള്ള കാരണം നമ്മൾ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് എയറിലായതുകൊണ്ടാണ് mu0 എന്ന് എടുത്തിരിക്കുന്നത്. അല്ല വേറൊരു മീഡിയത്തിലാണെങ്കിൽ mu എന്നുള്ള പാരാമീറ്ററാണ് എടുക്കുക. അപ്പോൾ mu0 is known as permeability of free space. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P. അതിൻ്റെ എന്താണ് എഴുതിയത്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയത്. ഇവിടെ ഈ 4π വരാനുള്ള ഒരു കാരണം കൂടിയത് നമുക്കറിയാം. ഈ P എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നതിന് പകരം ഈ ഭാഗത്ത് എടുക്കാം, ഇതിൻ്റെ പുറകിലേക്ക് എടുക്കാം, മുന്നിലേക്ക് ഏത് പോയിന്റിലും എടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ചുറ്റുമായിട്ടുള്ള ഏത് ഭാഗത്തും എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ഫിയർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ സ്ഫിയറിൻ്റെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ദ സോളിഡ് ആംഗിൾ ഈസ് 4π. 4π സ്ഫിയർ ദ സോളിഡ് ആംഗിൾ ഈസ് 4π. അപ്പോൾ നമ്മൾ ആ സ്ഫിയറിന്റെ എല്ലാ ഭാഗത്തും എടുക്കുക, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മാത്രമാണ് എടുക്കുന്നത് P എന്നുള്ള പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? mu0 ഡിവൈഡഡ് ബൈ ആ 4π കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയതുകൊണ്ട് mu0നെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4π പറഞ്ഞാൽ സ്ഫിയറിന്റെ മൊത്തമായിട്ടുള്ള സോളിഡ് ആംഗിൾ ആണ്. P എന്നുള്ള പോയിന്റ് മാത്രം എടുക്കുന്ന സമയത്ത് mu0/4π. അപ്പോൾ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. db is equal to mu0/4π I dl sin theta divided by r². ഇതാണ് P എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന dl എന്നുള്ള എലമെന്റ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കതിന്റെ ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെയാണ് വെക്ടർ ഫോമിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എഴുതാൻ നോക്കാം. വെക്ടർ ഫോമിൽ എഴുതുന്നത് നമുക്കറിയാം. വെക്ടർ db വെക്ടർ സിംബൽ എഴുതാം is equal to mu0/4π I dl ക്രോസ് r. നോക്കൂ, എന്താണ് എഴുതിയിരിക്കുന്നത്? dl എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് എലമെന്റ് ആണ്, എലമെന്റിന്റെ വെക്ടർ ആണ്. അതുപോലെ r എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്. ദെൻ r². ഇത് നോക്കൂ, തന്നെ ഇത് വരെ നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ mu0/4π I a ക്രോസ് b എന്ന് പറഞ്ഞാൽ a × b × sin theta. അപ്പോൾ ഇവിടെ dl ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആണ് r ന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ dl × 1 × sin theta ഡിവൈഡഡ് ബൈ വെക്ടർ r ന്റെ
മോഡുലസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കതിന് വേറൊരു ഫോമിലും വേണമെങ്കിൽ എഴുതാം. ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π I dl ക്രോസ് വെക്റ്റർ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇത് രണ്ടും ഒന്ന് തന്നെ. നോക്കൂ, ഡി എൽ ക്രോസ് ആർ, ഇത് വെക്ടർ ആർ ആണ്. അപ്പോൾ ഡി എൽ ഇൻറ്റു ആർ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ആർ ക്യൂബിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ആർ ക്യൂബ്. അപ്പോൾ ഒരു ആർ ക്യൂബും ആ ആറ് മുകളിലേക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ ഇക്വേഷൻ കിട്ടാം. μ0/4π I dl സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ. സോ ദീസ് ആർ ദ ടു വെക്ടർ ഫോംസ് ഓഫ് ബയോട്ട്-സാവർട്ട് ലോ. dB is equal to μ0/4π I dl ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ തരത്തിൽ നമുക്കതിനെ എഴുതാൻ കഴിയും. ഇനി വെക്ടർ ആയതുകൊണ്ട് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താം? ഇറ്റ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. റൈറ്റ് ഹാൻഡ് പാം റൂൾ നമ്മൾ പഠിച്ചാണ്. റൈറ്റ് ഹാൻഡ് പാം റൂൾ. വാട്ട് ഈസ് റൈറ്റ് ഹാൻഡ് പാം റൂൾ? നമുക്കറിയാം, നമ്മൾ ഈ കണ്ടക്ടറിനെ, ഇതാണ് നമ്മുടെ തമ്പ്. ഈ തമ്പ് ഈ ഡയറക്ഷനിൽ പിടിക്കുക, മറ്റുള്ള ഫിംഗേഴ്സ് ഈ തരത്തിൽ ആണ്. നമ്മുടെ ആറിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ ഞാൻ ഇതാണ് നമ്മുടെ ഈ കൈവെള്ള ഇതിലുള്ള ഈ ചോക്കിന്റെ ഡയറക്ഷൻ കൂടെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡി ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഡി എൽ ആൻഡ് ആർ. ഡി എൽ ഉള്ളുന്ന ആർ ഉൾപ്പെടുന്ന പ്ലെയിനാണ് ഈ ബ്ലാക്ക് ബോർഡിന്റെ പ്ലെയിൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ തരത്തിലായിരിക്കും ഡി ബിയുടെ ഡയറക്ഷൻ. ഇപ്പോൾ കറണ്ട് അങ്ങോട്ടാണ്. സപ്പോസ് കറണ്ട് ഈ തരത്തിൽ ഇങ്ങോട്ടാണ് വരുന്നത്, കറണ്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ നേരെ ഈ കൈവെള്ളം ഇങ്ങോട്ടോ, അപ്പോൾ ഡി ബിയുടെ ഡയറക്ഷൻ നേരെ പുറത്തേക്കായിരിക്കും. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ഡി ബി ഇസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇറ്റ് ഈസ് the direction is perpendicular to the plane containing dl and r. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഈ തരത്തിലുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ കണ്ടത്? കറണ്ട് എന്നുള്ളത് ഈ തരത്തിലാണ് പോകുന്നതെങ്കിൽ ഈ തമ്പ് കാണിക്കുന്ന കറണ്ട് ഡയറക്ഷനാണ് മറ്റുള്ള ഫിംഗേഴ്സ്, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന മറ്റുള്ള ഫിംഗേഴ്സ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ കറണ്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രൈറ്റ് വയർ എടുക്കുന്നു. സ്ട്രൈറ്റ് വയർ ആൻഡ് കറണ്ട് ഇതിലൂടെ കൊടുക്കുന്ന കറണ്ട് ഐ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു ഈ തരത്തിലാണ് വരും. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇങ്ങനെ സമയത്ത് എന്ത് വരാം? ഈ തരത്തിലുള്ള ഒരു ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസാണ് വരിക. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കറണ്ട് പോകുക. ഇനി കറണ്ട് നേരെ റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ, ഓപ്പോസിറ്റ് ആയിട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ പിടിക്കേണ്ടത് എങ്ങനെയാണ്? ഈ തരത്തിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ഉള്ളിലേക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ഈ തരത്തിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതാണ് ബയോട്ട്-സാവർട്ടിലൂടെ ബന്ധപ്പെട്ട മറ്റേ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഡയറക്ഷൻ, അതുപോലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി. ഇനി നമുക്കറിയാം ഈ ലോ നമ്മൾ ഈ തരത്തിലുള്ള ഒരു ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മനസ്സിലാക്കിയത് കുളംസ് ലോ. വട്ട് ഈസ് കുളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വെറുതെ കമ്പയർ ചെയ്ത് നോക്കൂ. കോൺസ്റ്റന്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ Q എന്നുള്ള ചാർജ് ആണെങ്കിൽ ഇവിടെ ഐഡിയൽ എന്നുള്ള കാരണമാണ്. പിന്നെ തീറ്റ ഇവിടെ കൂടുതൽ ആർസൺ. അപ്പോൾ ചില സിമിലാരിറ്റീസും ചില ഡിസിമിലാരിറ്റീസും ഈ കുളംസ് ലോയും ബയോട്ട്-സാവർട്ട് ലോയും തമ്മിലോട്ട് ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ കുളംസ് ലോ ആൻഡ് ബയോട്ട്-സാവർട്ട് ലോ നോക്കാം. ഈ രണ്ട് ലോസും തമ്മിൽ ചില ഡിഫറൻസുകളുണ്ട്. നമുക്ക് വാട്ട് ഈസ് കുളംസ് ലോ? കുളംസ് ലോ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ നമുക്കറിയാം. 1/4πε0 Q/r². അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π I dl സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരേ സിമിലാരിറ്റീസ്. ബോത്ത് ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. രണ്ടും ഒരേ ലോങ് റേഞ്ച് ആയ ഫോഴ്സുകളാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതായത് ഈ ക്യൂവിൽ നിന്ന് ഈ പിയിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആറ് കൂടും. അതിൻ്റെ ഫലമായിട്ട് എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ ഫീൽഡ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ വാല്യൂ കുറയുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് അവർ ആർ. ഈ ആറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പി എന്നുള്ള പോയിന്റ് ദൂരേക്ക് പോകും. അപ്പോൾ ഉള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രണ്ടും ലോങ് റേഞ്ചാണ്. എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അതേപോലെ രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ബോത്ത് ഫോഴ്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. നോക്കൂ, ഇവിടെ ഈസ് പ്രൊപ്പോർഷണൽ ടു r 1/r² ആണ്. അതുപോലെ dB ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഇത് രണ്ടുമാണ്
കുളം ഫോഴ്സും അതുപോലെ ബയോട്ട് സാവർട്ട് ലോയും തമ്മിലുള്ള പ്രധാന സിമിലാരിറ്റീസ്. ഇനി നമുക്ക് ഡിസിമിലാരിറ്റീസ് നോക്കാം, അല്ലെങ്കിൽ ഡിഫറൻസുകൾ എന്താണെന്ന് നോക്കാം. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ചാർജാണ്, ദാറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതേസമയം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഐഡിയൽ എന്നുള്ള കറണ്ട് എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് നോക്കൂ, ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട്സ് അലോങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ഫീൽഡ് പോയിന്റ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ പോസിറ്റീവ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ ഉള്ളിലേക്കായിരിക്കും. അതേസമയം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഡി എൽ ആൻഡ് ആർ. നമ്മൾ പറഞ്ഞു ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആറിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഡി എൽ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ ഈ തരത്തിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ തരത്തിൽ നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് എങ്കിൽ, ഇതാണ് നമ്മുടെ ഡി എൽ എങ്കിൽ ആർ എങ്കിൽ ഈ ഇതിൻ്റെ ഡയറക്ഷൻ വന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈ തരത്തിലായിരിക്കും. തിരിച്ചാണെങ്കിൽ എവേ ഫ്രം ദി പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ഡി ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് ഈ ഇക്വേഷനിൽ ഒരു തീറ്റ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇവിടെ ആ തരത്തിലൊരു തീറ്റ ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ തീറ്റയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ മാറുന്നു. ഈ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഡി ബിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ പി കിടക്കുന്നതെങ്കിൽ അവിടെ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഡി ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. അടുത്തത് മ്യൂനോട്ടും എപ്സിലോണും തമ്മിലുള്ള റിലേഷനാണ്. മ്യൂനോട്ട് ഈസ് ദ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മോർ പെർമിബിലിറ്റി മീൻസ് more force and more magnetic field. More permittivity means less electric force and less electric field. But mu naught and epsilon naught allows the light to pass. So let us see what is the relation connecting mu naught and epsilon naught. Mu naught and epsilon naught തമ്മിലുള്ള റിലേഷൻ എന്താണ് പറയാൻ പോകുന്നത്. epsilon naught into mu naught can be written as, ഞാനിവിടെ ഒരു 4π കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. 4π epsilon naught into അപ്പോൾ ഒരു 4π കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിനോട് ഡിവൈഡ് ബൈ 4π. 4π കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം 4π എപ്സിലോണിൻ്റെ വാല്യൂ എന്താണ്? 1/9 × 10⁹. കാരണം 1/4π എപ്സിലോൺ നോട്ട് ഈസ് ഈക്വൽ ടു 9 × 10⁹ എന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തിരിച്ചായിരിക്കും 1/9 × 10⁹ ഇൻറ്റു മ്യൂനോട്ടിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞത് 4π × 10⁻⁷ ആണ് പറഞ്ഞതാണ്. ഡിവൈഡഡ് ബൈ 4π. 4π get cancel. എന്ത് വരും? 1/9 × 10⁻⁹ ഇവിടെ ഉണ്ട്. ഈ 10⁻⁷ താഴത്തേക്ക് വരുമ്പോൾ 10⁻⁷ ആവും. അപ്പോൾ എന്ത് കിട്ടും? എപ്സിലോൺ നോട്ട് മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 1/9 × 10⁻16 എന്ന് വരും. 9 7 16. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10⁸ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 3 സ്ക്വയർ 9 ആണ്. 10⁸ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻16 ആണ്. വാട്ട് ഈസ് ഇറ്റ്? 3 × 10⁸ ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഓർ സ്പീഡ് ഓഫ് ലൈറ്റ്. സോ 1/c². സോ ഈ ഗോട്ട് ദ റിലേഷൻ എപ്സിലോൺ നോട്ട് മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു. നമുക്ക് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. an element delta L is equal to delta x I is placed at the origin, carries a large current of 10 ampere. What is the magnetic field at a distance 0.5? Delta x is equal to 10⁻⁻² meter. ബയോട്ട് സാവർട്ടിലൂടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ മ്യൂ നോട്ട് ബൈ 4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് ഡിബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 10⁻⁻⁷. മ്യൂ നോട്ടിൻ്റെ വാല്യൂ 4π × 10⁻⁷ ആണ്. ഡിവൈഡഡ് ബൈ 4π. അപ്പോൾ 10⁻⁷ കിട്ടും. കറണ്ട് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. ഡി എൽ എന്ന് പറയുന്നത് സ്മോൾ എലമെൻ്റ് ആണ്. ഇവിടെ ഡി എൽ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു എലമെൻ്റ് ആണ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 10⁻⁻² സൈൻ തീറ്റ. വാട്ട് ഈസ് തീറ്റ? ഡെൽറ്റ എല്ലും നമ്മളെ ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഹിയർ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഈ തരത്തിലാണ് ഇരിക്കുന്നത്. സോ സൈൻ 90 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? ഈ കറണ്ട് എലമെൻറ്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 0.5 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10⁻⁻⁴ × 10⁻⁸ ടെസ്ല എന്നുള്ളത് കിട്ടും.
എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ തമ്പ് ഈ തരത്തിൽ പിരിക്കുമ്പോൾ കറണ്ട് എലിമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഈ ഫിംഗേഴ്സ് കാണിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആണെങ്കിൽ ഡയറക്ഷൻ നോക്കും ഇങ്ങോട്ട് നേരെ പുറത്തേക്കായിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ. ഇത് എക്സ് ഡയറക്ഷനാണ്, ഇത് വൈ ഡയറക്ഷൻ ആണെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആയിരിക്കും. One more problem. A wire placed along the north-south direction carries a current of 10 ampere from south to north. Find the magnetic field due to 1 centimeter piece of wire at a point 200 centimeter northeast from piece. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു വയറാണ്. ഈ തരത്തിലുള്ള 10 ആംപിയർ കറണ്ടാണ് ഇതിലൂടെ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ എലമെൻ്റാണ് 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഈ എലമെൻ്റ് എന്ന് പറയുന്നത്. പി എന്നുള്ള പോയിന്റിലുള്ള എവിടെ കിടക്കുന്ന പി എന്നുള്ള പോയിന്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ നമുക്കറിയാം, ഇത് നോർത്ത് ഡയറക്ഷനാണ്, ഇത് ഈസ്റ്റ് ഡയറക്ഷനാണ്. അത് നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഇത് ഇങ്ങനെ വരുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് കറക്റ്റ് ആവുന്ന സമയത്ത് 45 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഡി എൽ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഡി ബി കണ്ടുപിടിക്കുക. നേരത്തെ പോലെ തന്നെ 10⁻⁻⁷ μ0/4πയുടെ വാല്യൂ 10⁻⁷. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആംപിയർ. ഡി എൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10⁻². ഓക്കെ. ദെൻ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നത് 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 2 സ്ക്വയർ ദാറ്റ് ഈസ് 200 സെൻറ്റിമീറ്റർ ആണ്, 2 മീറ്റർ ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 1.8 × 10⁻⁹ ടെസ്ല എന്നുള്ളതായിരിക്കും. 1.8 × 10⁻⁹ ടെസ്ല. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ വിത്ത് ഡയറക്ഷൻ എങ്ങനെ കാണിക്കാൻ പറ്റും? അത് ഈ തരത്തിലാണെങ്കിൽ നോക്കൂ, ഈ തമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐഡിയലിൻ്റെ ഡയറക്ഷനാണ്, അതുപോലെ ആറിൻ്റെ ഡയറക്ഷനാണത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബോർഡാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടുവേഴ്സ് ദി ബ്ലാക്ക് ബോർഡ് ആയിരിക്കും. കാരണം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി അവേ ഫ്രം ദി ബ്ലാക്ക് ബോർഡ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് അബൌട്ട് ദ 2 പ്രോബ്ലംസ് അബൌട്ട് റിഗാർഡിങ് ബയോട്ട് സാവർട്ട്. ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബയോട്ട് സാവർട്ടിലൂടെ അപ്ലിക്കേഷനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയിട്ട് പ്രോബ്ലംസൊക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.